സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെട്ടു. കനത്ത മഴയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. ഇടുക്കിയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. നെടുങ്കണ്ടം കല്ലാർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. കല്ലാർ, പാംബ്ല, കല്ലാർകുട്ടി എന്നീ ഡാമുകൾ തുറന്നു. കോതമംഗലം കുട്ടമ്പുഴയിലെ മണികണ്ഠൻ ചപ്പാത്ത് മുങ്ങി. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ രാത്രി ശക്തമായ മഴവെള്ളപ്പാച്ചിലുണ്ടായി. കുറ്റ്യാടി ചുരം റോഡിൽ മരം കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മഴ ശക്തമായതോടെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ജെയിനസ് രാജു ചേരുന്നു. കോട്ടയത്ത് ഷിനോജുണ്ട്. കോഴിക്കോട് നിന്ന് ഗോകുൽ VS നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരിലേക്കായും പോകാം. അവിടുത്തേക്ക് മഴയുടെ വിവരങ്ങൾ എന്താണെന്നറിയാം. അപ്പോൾ ഈ മഴ ശക്തി പ്രാപിക്കുന്നിടത്ത് ഏറ്റവും ആദ്യം ജെയിനസ് രാജുവിലേക്കാണ് നമ്മൾ ഇടുക്കിയിൽ. ജെയിൻ, മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കനത്ത ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയായ ഇടുക്കിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? മോത്തി, കഴിഞ്ഞ രാത്രി വരെ മഴ വളരെ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. തൊടുപുഴയിലടക്കം ഇപ്പോൾ മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. പക്ഷേ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ദേവികുളം താലൂക്കിലും അതോടൊപ്പം തന്നെ പീരുമേട് താലൂക്കിലുമാണ്. ഇത് ദേവികുളത്ത് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഇപ്പോഴും മഴയുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ പീരുമേട്ടിലും രാത്രി നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. പക്ഷേ രാവിലെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. മറ്റ് മേഖലകളിലും സമാനമായിട്ടുള്ള അവസ്ഥയാണ്. ഇന്നലെ ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് ജില്ലയിൽ പെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. മണ്ണിടിഞ്ഞും അതോടൊപ്പം തന്നെ മരം വീണും ആണ് ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. വിവിധ റോഡുകൾ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത, അതോടൊപ്പം തന്നെ മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് പോകുന്ന പാത, മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്ക് പോകുന്ന പാത, ഇങ്ങനെ പ്രധാനപ്പെട്ട പാതകളെല്ലാം തന്നെ ഗതാഗതം തടസ്സം നേരിട്ടിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ ഗതാഗത തടസ്സമൊക്കെ നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ യാത്ര പുനഃസ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടായിരുന്നു. എന്തായാലും പ്രധാനപ്പെട്ട ഡാമുകളിലെ ജലനിരപ്പൊക്കെ വളരെ കുറവാണ്. പക്ഷേ 3 ഡാമുകൾ ഇടുക്കി ജില്ലയിൽ തുറന്നിട്ടുണ്ട്. കല്ലാർകുട്ടി, പാംബ്ല, അതോടൊപ്പം തന്നെ കല്ലാർ ഡാമുകളാണ് തുറന്നിരിക്കുന്നത്. ഈ കല്ലാർ പുഴയിൽ അല്പം നീരൊഴുക്ക് കൂടുതലാണ്. അവിടെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മറയൂർ മേഖലയിലും ശക്തമായ മഴയായിരുന്നു. ഇവിടെ പാമ്പാറ് കരകവിഞ്ഞൊഴുകിയായിരുന്നു. അവിടെ ഈ നദിയുടെ തീരത്തുള്ള വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ വെള്ളം കയറി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും മടങ്ങി വരാം ജെയിനിലേക്ക്. നമുക്ക് കോഴിക്കോട് നിന്നും ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, കോഴിക്കോട് മഴയുടെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന്? ഇന്ന് ശക്തമായ മഴ ഇപ്പോഴും കോഴിക്കോട് ജില്ലയിൽ ലഭിക്കുന്നുണ്ട്. പരക്കെ തന്നെ മഴ ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഒരു 5 മണിയായപ്പോൾ മഴ മാറി നിൽക്കുന്ന സ്ഥിതിയെ. പക്ഷേ ഇപ്പോൾ വീണ്ടും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ഇരുവഴിഞ്ഞിപ്പുഴയിൽ കരകവിഞ്ഞ് മലവെള്ളപ്പാച്ചിൽ എന്നുള്ള രീതിയിൽ കരകവിഞ്ഞ് വലിയ രീതിയിലേക്ക് വെള്ളം വരുന്നൊരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്തുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണം. കുറ്റ്യാടി ചുരം റോഡിലും ഇന്നലെ രാത്രി മരം കടപുഴകി വീണ് പ്രശ്നമുണ്ടായി. ഏകദേശം ഒരു 10 മണിക്കാണ് മരം കടപുഴകി വീണത്. 11 മണി വരെ ഈ അവിടെ ഗതാഗതം സ്തംഭിക്കുന്ന അല്ലെങ്കിൽ ഗതാഗതത്തിന് തടസ്സമാകുന്ന രീതിയിൽ ആ പ്രശ്നം നിലനിന്നു. പിന്നീട് 11 മണിക്ക് ഈ മരം വെട്ടിമാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. ഇതല്ലാതെ മറിച്ചുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നും ശക്തമായ മഴയുടെ അന്തരീക്ഷമാണ്. മഴ പെയ്യുന്നുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇടയ്ക്കൊന്ന് തോർന്നത് അല്പം ആശ്വാസമായെങ്കിലും വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ്. വടക്കൻ ജില്ലയിലെ പൊതുവെ ഉള്ള സ്ഥിതി ഇതുതന്നെയാണ്. വയനാട്ടിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. പുൽപ്പള്ളിയിൽ വീടിൻ്റെ മുറ്റത്തോട് ചേർന്ന 50 അടി താഴ്ചയുള്ള കിണർ ഇടിഞ്ഞു താഴുന്ന സ്ഥിതിയുണ്ടായി. താഴെയങ്ങാടി ചേലാമഠത്തിൽ തോമസിൻ്റെ വീട്ടിലെ കിണറാണ് ഇങ്ങനെ ഇടിഞ്ഞു താഴുന്നത്. അങ്ങനെ വയനാട്ടിലും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഇതാണ് വടക്കൻ ജില്ലയിലെ പൊതുവായ സ്ഥിതി. മറ്റ് ജില്ലകളിൽ വടക്കൻ ജില്ലകളിലെ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലും ഇതുപോലെ തന്നെ ഇടവിട്ട് മഴ പെയ്യുന്നൊരു സ്ഥിതിയാണ്. ശരി ഗോകുൽ, ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഷിനോജ് ചേരുന്നുണ്ട് നമ്മുടെ കൂടെ. ഷിനോജ്, കോട്ടയം ജില്ലയിൽ പരക്കെ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പുകളോ മറ്റോ തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? എന്താണ് സ്ഥിതി?
മോദി, നിലവിൽ കോട്ടയത്ത് കാര്യമായ രീതിയിലുള്ള മഴ ഒരിടത്തും തന്നെ പെയ്യുന്നില്ല. ഇന്ന് പുലർച്ചെ 4 മണി വരെ കാര്യമായ രീതിയിലുള്ള മഴ വൈക്കത്തും അതുപോലെ തന്നെ മലയോര മേഖലകളിലൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ കാര്യമായ രീതിയിലുള്ള മഴ ജില്ലയിൽ ഒരു ഭാഗത്തും തന്നെ പെയ്യുന്നില്ല. പക്ഷേ അന്തരീക്ഷം നോക്കുമ്പോൾ അറിയാം, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും പെയ്യാമുള്ള സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി അതുകൊണ്ട് തന്നെ അതിനുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ ഏറ്റവും കൂടുതൽ ആശങ്കയായി ജില്ലയുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് കാറ്റ് തന്നെയാണ്. ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 8 മണി മുതൽ 11 മണി വരെ ശക്തമായ രീതിയിലുള്ള കാറ്റാണ് കോട്ടയത്ത് പല പ്രദേശങ്ങളിലും പലയിടത്തും വീശിയത്. പ്രത്യേകിച്ച് ഈ നഗരമേഖലകളിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ തന്നെ കനത്ത രീതിയിലുള്ള കാറ്റാണ്, ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള കാറ്റാണ് കോട്ടയത്ത് വീശിയത്. ആ കാറ്റിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി. കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ ഏകദേശം 500 വർഷം പഴക്കമുള്ള കാഞ്ഞിരമരം ഇന്നലെ രാത്രി ഈ കാറ്റത്ത് കടപുഴകി വീണു. അമ്പലത്തിന് പുറത്തുള്ള നടപ്പന്തലിലേക്കാണ് ഈ മരം കടപുഴകി വീണത്. ഏകദേശം ഒരു 25 ലക്ഷം രൂപയുടെ പ്രാഥമികമായ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ തന്നെ ഈ മഴ കാരണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഒരു 9 മണി കഴിഞ്ഞ സമയത്ത് KK റോഡിലും അതുപോലെ തന്നെ ശാസ്ത്രി റോഡിൽ കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകളാണ്. ഈ 2 റോഡുകളിലും ഗതാഗതം സ്തംഭിച്ചു. ഈ 2 റോഡുകളിലേക്കും തന്നെ മരം കടപുഴകി വീണു. ശാസ്ത്രി റോഡിലാണെങ്കിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. എന്നാൽ ആളപായമോ മറ്റൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് KK റോഡെന്നൊക്കെ പറയുന്നത്, ശാസ്ത്രി റോഡെന്നൊക്കെ പറയുന്നത് എപ്പോഴും വലിയ തിരക്കുള്ള റോഡുകളാണ്. അവിടെയും അത്തരത്തിൽ മരം കടപുഴകി വീഴുമ്പോഴും പ്രത്യേകിച്ച് ആളപായമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകുന്ന കാര്യമാണ്. മീനച്ചിലാറിലും മണിമലയാറിലും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ കൂടി നിലവിൽ കാര്യമായ ആശങ്ക വേണ്ട. ആ രീതിയിലേക്ക് വെള്ളം ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് പ്രാദേശികമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതുപോലെ ജില്ലാ ഭരണകൂടവുമായി വിളിച്ചു ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത്. എങ്കിലും ഈ പ്രത്യേകിച്ച് ഈ മീനച്ചിലാറിനെ മണിമലയാറിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്ന ആളുകൾ പരമാവധി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം. പ്രത്യേകിച്ച് ഇടുക്കിയിൽ ശക്തമായ രീതിയിലുള്ള മഴ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഗമൺ ഏരിയ പ്രദേശത്തൊക്കെ ശക്തമായ മഴ നിൽക്കുന്നുണ്ട്. ആ വെള്ളം എപ്പോൾ വേണമെങ്കിലും ഒലിച്ചെത്തുന്നത് ഇത്തരത്തിലുള്ള മീനച്ചിലാറിൻ്റെ മണിമലയാറിൻ്റെ തീരത്തൊക്കെ ഈ ആറുകളിലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾ പരമാവധി മാറി താമസിക്കുന്നതാകും ഉചിതം. എന്തായാലും നിലവിൽ ആശങ്ക വേണ്ട. നിലവിൽ കോട്ടയത്ത് മഴ മാറി നിൽക്കുകയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും പെയ്യാമെന്ന ഒരു സ്ഥിതിയാണ്.